എല്ലാവർക്കും നമ്മുടെ ആഗ്രഹത്തിലേക്ക് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് പോക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് നാളത്തേക്ക് ആക്കി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് എന്തായാലും ചായ കുടിക്കാം. അപ്പൊ ഞാൻ ചായയൊക്കെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി, കുറച്ച് കുടിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതില്ല. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് അവിടുത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് വെച്ചു. വേറെ നമുക്ക് അടുത്ത് തന്നെ ഒരു അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പൊ അതാ അപ്പൊ നമുക്കിന്ന് ചായക്ക് ബിസ്ക്കറ്റ് ആട്ടോ. ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ എന്താ ഈ സംഭവത്തിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കാൻ. അപ്പൊ ഗൈസ് നമ്മളിതാ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ? പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോവാം. ആ കാണുന്ന ഒരു മല കണ്ടോ? അപ്പൊ അവിടേക്കാട്ടോ നമ്മളിപ്പോ പോണത്. ഗൈസ് നോക്ക്, നല്ല രീതിയിൽ പുല്ലാട്ടോ മേളിലേക്ക് ഇങ്ങനെ തട്ട് പോലെ ഉണ്ട് അല്ലേ. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയണത്. രണ്ട് സൈഡ് നമുക്ക് പുല്ല് കാണാൻ പറ്റും. നോക്കൂ ഗൈസ്, ആ മരത്തിന്റെ പൊക്കതാ പോയി എന്തായിരുന്നു സംഭവം? പരുന്താന്ന് തോന്നുന്നു, വലിയ പരുന്താണേ ഗൈസ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച മലയുടെ അടുത്ത് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു റെഡ് കളറിൽ കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ അങ്ങോട്ടാട്ടോ നമ്മൾ പോണതേ. അപ്പോൾ ഗൈസ് അവിടെ നമുക്കൊരു അടിപൊളി അമ്പലം ഉണ്ട് കേട്ടോ. നമ്മുടെ മുരുകൻ്റെ അമ്പലമാണേ. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് പോകാം. ഇത് കയറ്റാട്ടോ അങ്ങോട്ടേക്ക്. നോക്കൂ, ഈ വഴി ഉണ്ടോ? ഈ വഴി പോയാൽ നമുക്ക് റിസോർട്ടാട്ടോ. വിസ്പറിംഗ് ഹിൽസ് എന്ന് പറയുന്ന റിസോർട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കാം. നമ്മൾ വന്ന വഴിയാട്ടോ അത്. നോക്കൂ, ഇവിടെ ഒരു അടിപൊളി അമ്പലം ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ നമുക്ക് മേളിൽ കാണുന്നത്. മേളിലൊരു അമ്പലം ഉണ്ട്. നമുക്ക് അതിൻ്റെ മേളിലൊക്കെ നല്ല പുല്ല് നിൽക്കണമൊക്കെ എന്ത് ഭംഗിയാണ്. നമുക്കിതാ ഈ വഴിയാട്ടോ പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കയറ്റമൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. പിന്നെ അങ്ങോട്ടേക്ക് റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഒരു അടിപൊളി റിസോർട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം. എന്തായാലും കുറച്ച് കയറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ നടന്നു തുടങ്ങാം. അത്യാവശ്യം കാറ്റുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. എന്തായാലും ഗൈസ്, ഇത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറുള്ള ഒരു പ്ലേസിലേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. മുനിമല വ്യൂ പോയിന്റ് എന്നാട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് പേര്. മുനിമല വ്യൂ. അപ്പോൾ ഗൈസ് നോക്ക്, എന്ത് നല്ല പച്ചപ്പിലല്ല ഈ പുല്ലൊക്കെ നിൽക്കുന്നത്. പക്ഷെ വല്ലാതെ തലോടാൻ പോയാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. കാരണം നല്ല ഒരവുണ്ട് കേട്ടോ ഈ പുല്ല്. നമ്മുടെ കൈയൊക്കെ നല്ലോണം മുറി. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒരവുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ പറയാന്നറിയില്ല. നമ്മളിവിടെ ഒരെന്നാണ് കേട്ടോ പറയുക. കാരണം പെട്ടെന്ന് കൈ മുറിയുന്ന സൈസ് പുല്ലാട്ടത്. പക്ഷെ കാണാൻ നല്ല അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ എന്ന് സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് അറിയായിരിക്കും, നമുക്ക് സ്ഥിരമുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇന്നില്ല കേട്ടോ നമ്മുടെ ടിവിയുടെ. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ സ്ഥലത്താണ്. നമ്മൾ വീട്ടിൽ നല്ല വീഡിയോ എടുക്കുക. അതുകൊണ്ട് നമുക്ക് ആശാൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോകാം എന്തായാലും മേളിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഞാൻ നേരത്തെ കാണിച്ചത് ഈ പുല്ലിൻ്റെ കാര്യം, ഇത് നമുക്ക് നല്ല ഒരവുള്ള പുല്ലാണ്. ഇത് വെച്ച് നമുക്ക് വലിയ യൂസ് ഇല്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ അടിപൊളിയായിട്ടൊരു സംഭവം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചൂലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ അടിച്ചു വരാനൊക്കെ ചൂലെടുക്കില്ലേ, ആ ചൂല് ഉണ്ടാക്കുന്ന പുല്ലാട്ടോ ഇത്. നമ്മളിവിടെ കുറേ പേര് ട്രൈബ്സൊക്കെയാണ് കൂടുതലും വന്ന് കളക്ട് ചെയ്തിട്ട് അവർ ചൂലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളും ഈ ചൂല് വെച്ചിട്ടൊക്കെ ഉള്ളടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ചൂലുകൾ വെച്ചിട്ടും അടിക്കാറുണ്ട്. എന്തായാലും നമുക്കും ഇതൊന്ന് കുറച്ച് വെട്ടിയിട്ട് നമ്മളെന്തായാലും എങ്ങനെയാണ് ചൂലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ. ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാലും അത്യാവശ്യം നമുക്ക് ആകാശമൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയ പോലെ ഉണ്ടല്ലോ. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആകാശം ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അപൂർവമാണ്. കാരണം കോടയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയായിട്ട് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് പൈൻ മരങ്ങളൊക്കെ പോലെ
ഇത് പൈൻമരങ്ങളല്ല, കുറേ പേർക്ക് അറിയായിരിക്കും എന്താണ് നമ്മുടെ കാറ്റാടിമരം കേട്ടോ. ഈ ഒരു ഫ്രൂട്ട് നിറച്ച് നമുക്ക് ഈ മരം തന്നെയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ല ഭംഗിയില്ല കേട്ടോ മൊത്തത്തിലൊരു കാണാൻ വേണ്ടിയിട്ട്. മലകളൊക്കെ നമുക്ക് അടുത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മലയിൽ കയറുമ്പോൾ നമുക്ക് അടുത്ത മല നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു മലകളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇതൊരു അടിപൊളി ഒരു വൈബാണ്. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം. പകുതി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അങ്ങ് മേളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമ്മളിവിടെ താഴെ നിന്ന് ഒരു അമ്പലം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് മേളിലൊരു അമ്പലം ഉണ്ട്, അങ്ങോട്ടേക്ക് താലപ്പൊലിയായിട്ട് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ വരാറ് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നാണ് ശരിക്കും മല ഒന്ന് കയറാറ് കേട്ടോ. എന്നാലും അടിപൊളി വൈബാണ്. എന്നാലും ഇപ്പോൾ പകുതി കയറിയപ്പോൾ തന്നെ കിതയ്ക്കാൻ തുടങ്ങി. എന്തായാലും നമ്മൾ പകുതിയിൽ ഇനി കുറേ കയറാറുണ്ട്. അപ്പോൾ അത്രയും കൂടി കയറുമ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ബൈക്കിൽ കൂടി കയറാം. അപ്പം എന്തായാലും നടക്കാനും അതുപോലെ കയറ്റൊക്കെ കയറാനൊക്കെ കുറച്ച് എനർജി ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരണേ. നമുക്ക് എന്തായാലും കയറി പോവാം. നമ്മൾ ചോദിച്ചു പോവാന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് എന്തായാലും കയറി പോവാട്ടോ. നമ്മുടെ ആശാൻ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അവന്റെ കാര്യം. എന്തായാലും ആശ അപ്പത്തേനും എത്തിയിട്ടുണ്ടേ. താഴേന്ന് പറഞ്ഞില്ലേ ഒരു അമ്പലം ഉണ്ട് മേളേന്ന്. അപ്പൊ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കയറ്റങ്ങളൊക്കെ കയറി നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അവിടേക്ക് പോവാം. കൂട്ടിക്കിടക്കുവാണേ, ഭംഗി കണ്ടിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ പുല്ലാട്ടോ. ഇവിടെ നോക്കി നമുക്ക് കുറേ കൊയ്ല് കാണാൻ പറ്റുന്നുണ്ടേ. കാറ്റ് വീശിട്ട് താഴെന്ന് വന്നതിനേക്കാളും ഇവിടെ അതിന് അടിപൊളിയായിട്ട് കാറ്റിൻ്റെ നല്ല തണുത്ത കാറ്റാണ്. നമ്മളിതാ കയറ്റൊക്കെ കയറി വന്ന് മടുത്തു വിട്ടോ കിതയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അടിപൊളി സ്ഥലമായിട്ട് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അടിപൊളി വൈബാന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. നല്ല രീതിയിൽ തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ടേ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് മലകളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഇവിടെ വന്നപ്പോൾ അവൾ ഭയങ്കര കളിയൊക്കെയാണ്. സുത്തു അതാരാ അവിടെ അതൊക്കെ നമുക്ക് കുറേ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. എത്രത്തോളം എത്താന്നറിയില്ല. നമുക്കിവിടെ വയാസ്, ഐമാർക്ക് വാലി, അങ്ങനെ വിസ്പറി ഹിൽസ്, അങ്ങനെ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റില്ല, ഒരു 5 മിനിറ്റ് അങ്ങോട്ടേക്ക്. അതിൻ്റെ അടുത്താണ് നമ്മുടെ വീട്ടിൽ. അത് നമ്മൾ താഴെ നിന്ന് കയറി വന്ന പോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റാണ്, അടിപൊളി കാറ്റ് വീശുന്നുള്ള തണുത്ത കാറ്റ്. അതുപോലെ തന്നെ നോക്കൂ, മേഘങ്ങളൊക്കെ നല്ല പല കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല മലകളും ഒക്കെ അടിപൊളിയാട്ടോ ഇവിടെ മൊത്തത്തിൽ. നമ്മൾ മേളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നോക്കൂ, അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു പള്ളി കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ മലയിൽ കുറേ കാറ്റാടി മരങ്ങളുണ്ട്. അത് ഷോളൂർ ഭാഗമാട്ടോ. അടിപൊളിയായിട്ട് കാറ്റാടി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ നോക്കുമ്പോൾ നമുക്കിതാ താഴേന്ന് നമ്മൾ വന്നപ്പോൾ നമുക്ക് താഴത്തെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലായിരുന്നു. കാരണം പക്ഷെ നമ്മൾ മേളിലെത്തിയപ്പോൾ നമുക്ക് നോക്കും അടിപൊളിയായിട്ട് നമ്മുടെ മലകളും നമ്മൾ വന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റുമായിരിക്കും. അവിടെ റോഡുണ്ട്, അതായിട്ട് നമ്മൾ വന്ന റോഡേ. ഗൈസ്, നമ്മൾ താഴേന്ന് കയറി വന്നപ്പോൾ ഒരു ബോർഡ് കാണിച്ചു തന്നില്ല. അതാണ് നമ്മുടെ ആ മലയിൽ കാണുന്ന റിസോർട്ടേ. വിസ്പറിങ് ഹിൽസ് എന്നാട്ടോ പേര്. അവിടെ ടെൻറ്റുകളും ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റീസ് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി വൈബാണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനും പിന്നെ ബാച്ചിലേഴ്സിൻ്റെ കാര്യം പറയേ വേണ്ട. ഓഫ് റോഡും മ്യൂസിക് സിസ്റ്റം അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ അപ്പുറത്തൊരു മല കണ്ടോ, അതാണ് നമ്മുടെ ഐമാർക്ക് വാലി എന്ന് പറയുന്ന വേറൊരു റിസോർട്ട്. അതും അടിപൊളിയാണ്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ്. ഇതാ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ്, വേറൊരു റിസോർട്ടാണ്. അതാ ചുമന്ന കളറിൽ കാണുന്നത്. അത് വയാസ് ആണ് കേട്ടോ പേര് ആ റിസോർട്ടിൻ്റെ.
റിസോർട്ടിൽ സ്പായി, ആയുർവേദ ചികിത്സകൾ, ഒരുപാട് ഗാർഡനിങ്, ഷട്ടിൽ കോട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് എന്ത് ഭംഗിയല്ല. നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും റെഡ് കളറിൽ കാണുന്നുണ്ട്. വീഡിയോ ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്കുള്ള വഴി കേട്ടോ. നമുക്ക് എന്തായാലും ഇനി വ്യൂ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടേക്ക് വന്നാൽ നമുക്ക് മനസ്സിലൊക്കെ എത്ര ടെൻഷൻ, എന്ത് പ്രശ്നവും നമുക്ക് എല്ലാം മറക്കാൻ പറ്റും. അത്ര അടിപൊളി ഒരു വൈബാണ്. നല്ല തണുത്ത കാറ്റ്, ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ. നല്ല കുത്തനെ, നല്ല ആഴം തൊട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. നല്ല അടിപൊളി തന്നെയാണ് ഗൈസ്. നമ്മൾ അവിടുത്തെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പതുക്കെ തിരിച്ച് കയറും കേട്ടോ. സന്തോഷമായിട്ടോ നിങ്ങളിവിടെ കാണുന്നത്.